മോന്ത ചുഴലിക്കാറ്റ് തീരം തൊട്ടിരിക്കുന്നു. അടുത്ത 4 മണിക്കൂറിൽ കാറ്റ് വടക്ക് പടിഞ്ഞാറൻ ദിശയിൽ സഞ്ചരിച്ച് ആന്ധ്ര തീരം കടക്കും എന്നുള്ളതാണ് റിപ്പോർട്ട്. മച്ചിലിപട്ടണം, കലിംഗപട്ടണം എന്നിവിടങ്ങളിൽ കനത്ത മഴ തുടരുകയാണ്. 122 ട്രെയിനുകളും 35 വിമാനങ്ങളുമാണ് റദ്ദാക്കിയിട്ടുള്ളത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് അജയ് സുധാ ബിജു ചേരുന്നുണ്ട്. അജയ്, വലിയ മുന്നൊരുക്കങ്ങളുണ്ട്, ജാഗ്രതാ നിർദ്ദേശമുണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ കാറ്റിന്റെ ഗതി, എത്രയാണ് കാറ്റിന്റെ വേഗത എന്നതിൽ വ്യക്തതയുണ്ടോ? അഭിലാഷ്, നിലവിൽ കാറ്റ് തീരം തൊട്ടിരിക്കുകയാണ്. തീരത്തേക്ക് കാറ്റ് വീശി അടിച്ചു തുടങ്ങി. എന്നാൽ നമ്മൾ നേരത്തെ മുൻകൂട്ടി പ്രവചിച്ചതുപോലെയുള്ള 100 km/hന് മുകളിലുള്ള വേഗത അത് ഇപ്പോൾ നിലവിൽ കൈവരിച്ചിട്ടില്ല. നമുക്ക് ഈ ഗ്രാഫിൽ തന്നെ അതിൻ്റെ ഒരു സ്ഥിതി നോക്കാം. ഇതിപ്പോൾ ആന്ധ്ര തീരത്തിൻ്റെ അങ്ങോട്ട് ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുകയാണ് ഈ ചുഴലിക്കാറ്റ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ മച്ചിലിപട്ടണം മേഖലയിലാണ് പ്രധാനമായിട്ടും ഇങ്ങോട്ട് കയറിയിരിക്കുന്നത് ഈ ചുഴലിക്കാറ്റ്. അതുപോലെ തന്നെ കക്കിനാട ജില്ല, അവിടെ എല്ലാം വളരെയധികം നേരത്തെ തന്നെ ജാഗ്രത പ്രഖ്യാപിച്ചിരുന്ന സ്ഥലങ്ങളാണ്. അവിടേക്ക് തന്നെയാണ് ഇപ്പോൾ പ്രധാനമായിട്ടും ചുഴലിക്കാറ്റ് കയറിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും മച്ചിലിപട്ടണം മേഖല, അവിടെ വൈദ്യുതിയെല്ലാം പൂർണ്ണമായിട്ടും തകരാറിലായി എന്നൊരു വിവരമാണ് ലഭിക്കുന്നത്. ഇപ്പോൾ ഒരിടത്തും ആ നഗരത്തിലാണെങ്കിലും ജില്ലയുടെ മിക്ക ഭാഗങ്ങളിലും വൈദ്യുതി ലഭ്യമല്ല. ഇപ്പോൾ കാറ്റിൻ്റെ ഓരോ സ്ഥലങ്ങളിലുള്ള വേഗത കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ഇപ്പോൾ മച്ചിലിപട്ടണത്ത് 68 km/h വേഗതയിലാണ് കാറ്റ് വീശി അടിച്ചുകൊണ്ടിരിക്കുന്നത്. കക്കിനാട മേഖലയിൽ അത് 52 km/h വേഗതയിലാണ് വീശി അടിക്കുന്നത്. ഇവിടെ രണ്ടിടത്തുമാണ് ഏറ്റവും കൂടുതൽ വേഗതയിൽ കാറ്റ് വീശുന്നത്. ഇത് രണ്ടും അടുത്തുള്ള സ്ഥലങ്ങളാണ്, അടുത്തുള്ള 2 ജില്ലകളാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ രാജമുണ്ട്രി വിമാനത്താവളം, ഇവിടെ 50 km/h വേഗതയിൽ കാറ്റ് വീശുന്നുണ്ട് എന്ന് റിപ്പോർട്ടുണ്ട്. ബാപ്പട്ല മേഖലയിൽ 33 km/h വേഗതയും, അതുപോലെ തന്നെ നെല്ലൂരിൽ 25 km/h വേഗതയും കാറ്റ് കൈവരിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. ഇതെല്ലാം ഈ സമീപ പ്രദേശങ്ങളിലുള്ള ജില്ലകളാണ്. ആന്ധ്രയുടെ ഈ തീരപ്രദേശങ്ങൾ തൊട്ടുകിടക്കുന്ന മൊത്തം 19 ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 22 ജില്ലകളിലായി മൊത്തം 488 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. 403 നിയോജക മണ്ഡലങ്ങളെയാണ് ഈ ചുഴലിക്കാറ്റ് അതിരൂക്ഷമായിട്ട് ബാധിക്കുക. ഇപ്പോൾ നിലവിൽ ഈ തീരപ്രദേശങ്ങളിൽ നിന്ന്, ആന്ധ്രയുടെ തീരങ്ങളിൽ നിന്ന് ഏതാണ്ട് 75,000-ലധികം പേരെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിരവധി ട്രെയിനുകളും ഫ്ലൈറ്റുകളും എല്ലാം റദ്ദാക്കി. 122 ട്രെയിനുകളാണ് പൂർണ്ണമായിട്ടും ക്യാൻസൽ ചെയ്തിട്ടുള്ളത് ദക്ഷിണ മധ്യമേഖല റെയിൽവേ. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ 29 എണ്ണം അതിൻ്റെ ഷെഡ്യൂൾ മാറ്റമുണ്ട്. പിന്നെ 8 ട്രെയിനുകൾ വഴിതിരിച്ച് വിടുകയും ചെയ്തിട്ടുണ്ട്.